നമുക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും അത് നമുക്ക് ക്യാമറയുടെ മുന്നിൽ കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്ത് തന്നെ എൻ്റെ ലൈഫിൽ പ്രശ്നമാണ്, ഞാൻ സ്ട്രഗിൾ ചെയ്യാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുന്ന എല്ലാ ടൈമിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ തട്ടിയും മുട്ടിയായിരുന്നു. അതിപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, അമ്മ എൻ്റെ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന സമയത്താണ് ഞാൻ പോയി ഷൂട്ട് കൈരളിയുടെ ഒരു കുക്കറി ഷോയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെൻറ്റിലേറ്ററിൽ കിടക്കുക സീരിയസ് ആയിട്ട്. പക്ഷെ അവിടെ പറയുന്ന തമാശയ്ക്ക് ഞാൻ ചിരിച്ചേ പറ്റൂ. അതെപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. അത് കഴിഞ്ഞ് അമ്മ ഒരു ദിവസം ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തട്ടിമുട്ടിയുടെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ഒരു ദിവസത്തെ ഷൂട്ട് പോലും ഞാൻ കളയില്ല, ഹോസ്പിറ്റലിൻ്റെ പില്ലുകളുള്ളത് കൊണ്ട്. അപ്പോൾ അവിടുന്ന് നേരെ എറണാകുളത്ത് ഞാൻ പോകുന്നു. ഞാൻ എറണാകുളത്ത് ചെന്ന് ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് കോള് വന്നിട്ട് അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വണ്ടിയിൽ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് അമ്മ മരിച്ചതിൻ്റെ അന്ന് അമ്മയുടെ ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തമിഴ് സീരിയലിൻ്റെ കോള് വരുന്നത്. സൺ ടി വിന്ന് ആദ്യമായിട്ട്. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ സീരിയലിൽ തമിഴ് അഭിനയിക്കണമെന്ന്. കാരണം ഈ മലയാള സീരിയൽ ചെയ്യുന്നവരുടെ ആഗ്രഹം തമിഴിലേക്ക് കയറണം എന്നാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തമിഴ് സീരിയൽ ചെയ്യണമെന്ന്. ഞാൻ അമ്മയെ ദഹിപ്പിച്ചിട്ട് ഞാനും അച്ഛനും ചിറ്റയും ഞങ്ങളെല്ലാവരും നാട്ടിലത്തെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആനന്ദവികടനിൽ നിന്ന് കോള് വന്നിട്ട് സൺ ടി വിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അപ്പോഴത്തെ ഹിറ്റ് സീരിയലാണ് തെണ്ടൽ. അതിനകത്ത് വില്ലത്തിയായിട്ട് വീണേ സെലക്ട്. അപ്പോൾ ഞാൻ ആനന്ദവികടൻ്റെ മലയാളം ചെയ്തിട്ടുണ്ട് ഇവിടെ നിലവിളക്ക്. അപ്പോൾ അതിൻ്റെ കൺട്രോളർ കണ്ണൻചേട്ടനെ വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് നാളെ ചെല്ലണം, അതായത് കഴിഞ്ഞിട്ടില്ല, നാളെ ചെല്ലണം എനിക്ക്, നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഇവിടുന്ന് കയറണം. അപ്പോൾ ഒരു സെക്കൻഡ് ഞാൻ അച്ഛനെ ഇങ്ങനെ നോക്കിയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ പോയി എന്ന് പറഞ്ഞു അമ്മയ്ക്ക്. അപ്പോൾ അച്ഛന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, അച്ഛൻ ഫുൾ ഡൗൺ ആയിരുന്നു. അപ്പോൾ ചിറ്റയാണ് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഷൂട്ടിങ് അവിടെ ഞാൻ ആരോടും പറഞ്ഞില്ല. അമ്മ മരിച്ചിരുന്ന 5 ദിവസം ആയതേ ഉള്ളൂ. അമ്മ പെട്ടെന്നാണ് മരിച്ചത്, 50-ാമത്തെ വയസ്സിൽ അമ്മ മരിക്കുന്നത്. പക്ഷെ അവിടെ വന്ന് ഞാൻ വില്ലത്തിയായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റോളാണ് ചെയ്യുന്നത്. 3-ാം ദിവസം ആയപ്പോഴത്തേക്കിനും ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഡൗൺ ആയിപ്പോയി. പക്ഷേ ഡൗൺ ആയി പോയപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു എനിക്കൊരു 10 മിനിറ്റ് സമയം തരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ റൂമിൽ പോയി ഇതായി. കരച്ചിലൊന്നുമില്ല. അത് അമ്മ മരിച്ച സമയത്ത് ഞാൻ കരഞ്ഞിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പോഴും നമ്മൾ ആലോചിക്കും, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. നമുക്ക് അമ്മ മരിച്ചു കിടക്കുന്ന സമയത്തും ഞാനിങ്ങനെ അത് അങ്ങനത്തെ ഒരു സ്റ്റേജ് വന്നവർക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് മരിച്ചു പോയത്, നടന്നു കയറിയ ആൾ തിരിച്ചു വരുന്നത് നമ്മുടെ കൂടെ ഇല്ല എന്നറിഞ്ഞിട്ടാന്ന് വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണല്ലോ. അമ്മ ഇങ്ങനെ മൊബൈൽ മോർച്ചറിയിൽ അവിടെ ഹാളിൽ കിടത്തുമ്പോഴേ ഞാൻ നോക്കുന്നത്, അയ്യോ അമ്മ ഇല്ലേ എൻ്റെ കൂടെ. നമുക്ക് വിശ്വസിക്കാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കരയാൻ പറ്റാഞ്ഞിട്ട് പോലും ലാസ്റ്റ് ടൈം ഇത് എടുക്കുന്ന സമയത്തും ഞാൻ കാറുവാണ് ചെയ്തത്, എനിക്ക് കണ്ണീര് വരാഞ്ഞിട്ട്. അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ കരഞ്ഞിട്ടില്ല അമ്മ മരിച്ചിട്ട്. ശരിക്കും പറയും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കരഞ്ഞു തീർക്കണം. പക്ഷെ കരച്ചിൽ വരുന്നില്ല. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എന്നാ കരയാത്ത, നീ എന്നെ കരച്ചിൽ വരുന്നത്. പക്ഷെ അതിന് ശേഷം കുറച്ച് ദിവസം ഈച്ച് ആൻഡ് എവറി ഡേ, മിക്കവാറും തന്നെ എല്ലാ ദിവസങ്ങളിലും തന്നെ നമുക്ക് നമ്മുടെ ഓരോരോ ഘട്ടങ്ങളിൽ നമ്മുടെ കരച്ചിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ആ കണ്ണീര് മാറാൻ ഒരുപാട് ദിവസങ്ങളും എടുക്കും അല്ലേ? അല്ല, നമുക്ക് ആ വേദന മാറൂല. ഒരുപാട് നമ്മൾ എന്താ പറയുന്നത്, അതിപ്പം പ്രായമുള്ള ഒരാളുടെ ആണെങ്കിലും അമ്മയുടെ അച്ഛൻ്റെയൊക്കെ മരണമൊക്കെ അത് ഭയങ്കര വിഷമമായിരിക്കും. അത് ഇനിയിപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിൽ 23 വയസ്സിലാണ് എനിക്ക് അമ്മ മരിക്കുന്നത്, എൻ്റെ 23-ാമത്തെ വയസ്സിൽ. ഇനിയിപ്പോൾ 50-ാമത്തെ വയസ്സിലാണ് എൻ്റെ അമ്മ എന്നെ വിട്ടു പോകുന്നതെങ്കിലും വേദന സെയിമാണ്. പക്ഷേ അതൊരു വിരഹം എന്ന് പറയണത് എപ്പോഴും നമുക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഷൂട്ടിംഗ് സമയത്തും അവിടെ ആ ബ്രേക്കിൻസ് എടുത്തിട്ട് ഞാൻ പോയിട്ട് എനിക്കൊരു വെപ്രാളമായിരുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓക്കെ അല്ലേ. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇങ്ങനെ അമ്മ മരിച്ചിട്ട് ഇന്ന് 7-ാമത്തെ ദിവസം, അപ്പം ഇന്ന് അവിടെ 7-ാമത്തെ ദിവസമുണ്ട്, അപ്പോൾ ഡെയിലി ബലിയിടിയിലുണ്ടല്ലോ, അപ്പോൾ 7-ാമത്തെ ദിവസമാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് സാറ് എന്നമ്മാ നിങ്ങൾ ഇന്ന മാതിരി പേசுகிறേ, ഇത് മുന്നാടിയേ സൊല്ല. ഞാൻ പറഞ്ഞു അമ്മയുടെ ആഗ്രഹമായിരുന്നു ഇത് ഞാൻ വന്ന് ചെയ്യണമെന്ന്. ഓക്കെ തന്നെ അമ്മ, ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ 5 ദിവസമായിട്ട് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ്
പിന്നെ ആ, കുറച്ച് എനിക്കൊന്ന് 10-12 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അച്ഛനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അച്ഛനെ കംഫർട്ടാക്കണം. അച്ഛന് വയ്യാത്തതാണ്. അമ്മ മരിച്ചു, ഇനി നമ്മൾ അതിന് പിന്നാലെ നിന്നിട്ട് കാര്യമില്ല. കാരണം അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന് അച്ഛന് മുഴുവൻ ഫോക്കസ് കൊടുക്കണം. ഇതേപോലെ തന്നെയാണ് ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ ഇരുവഴി തിരിയുന്നിടന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛന് പെട്ടെന്ന് അല്ല, അച്ഛനതിന് മുന്നേ ഞാൻ ഖത്തറിലെ ഷോയ്ക്ക് എൻ്റെ കൂടെ അച്ഛൻ വന്നു ഏപ്രിൽ. അപ്പോൾ അവിടുന്ന് ഞാൻ തിരിച്ചു വരുമ്പം അച്ഛൻ ഏപ്രിൽ 29-ന് ഞാൻ ഈ സിനിമയിൽ ജോയിൻ ചെയ്യുമ്പം അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അച്ഛൻ്റെ ലിവറിൻ്റെ പ്രശ്നം കുറച്ച് കൂടിയിട്ട്. ഇതുപോലെ തന്നെ ഞാൻ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇങ്ങനെ എപ്പോഴും ഡെയിലി അച്ഛൻ ഭയങ്കര കൊളാപ്സ് ആവും, വീണ്ടും ഓക്കെ ആവും, അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ട്, അതിനകത്ത് പ്രണയ സീൻ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്കവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് അവിടെ പറയാൻ പറ്റില്ലല്ലോ. ഞാനവിടെ അത്രയും ദിവസം വർക്ക് ചെയ്താലാണ് ഇവിടെ ബാക്കി ബില്ല് അത്ര കുറച്ചിട്ട്, അതാണ് അപ്പം ചിന്ത. മനസ്സിലായി. ആ ഒരു പ്രഷർ എന്ന് പറയണതല്ലേ. അത് അത് ഭയങ്കര ഇപ്പം എന്നെക്കാളും ഇതിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പം എനിക്കൊരു സോഴ്സ് ഉണ്ടായിരുന്നു, പലർക്കും ആ സോഴ്സ് പോലും ഇല്ലാത്തവരുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഞാൻ ആശ്വസിക്കുന്നത്. എനിക്ക് ആ സമയത്ത് അവരെ നോക്കാനായിട്ടൊരു സോഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയോണ്ട് കുറച്ച് ദിവസമോടെ എനിക്ക് ഐസ് കിട്ടിയാൽ അവരുടെ. പക്ഷേ ഈ അച്ഛൻ്റെ കാര്യം ഇതുപോലെ തന്നെ ആയിരുന്നു. ഞാൻ വന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പിറ്റേന്നിരിക്കുന്ന സമയത്താണ് ഞാൻ താഴേക്ക് അച്ഛനപ്പം 1-2 വാശികൾ, പെട്ടെന്ന് ആഗ്രഹങ്ങൾ. അപ്പം ഡോക്ടർ പറഞ്ഞു ബെറ്റർ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഫുഡൊക്കെ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടത്തിയമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു മീൻകറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തെരണ്ടി മീൻ തന്നെ വേണം അച്ഛന്. ഞാൻ തെരണ്ടി മീൻ അന്വേഷിച്ച് മുഴുവൻ നടന്നിട്ട് തെരണ്ടി മീൻ കിട്ടിയില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് തെരണ്ടി മീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കിയപ്പോൾ ഭയങ്കര വില. ഈ തെരണ്ടി അങ്ങനെ എപ്പോഴും അവൈലബിൾ ആകുന്ന സാധനമല്ലല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഓ ബില്ല് ഇത്രയാവും, എന്തായാലും അച്ഛൻ നാളെ വരുമല്ലോ. തെരണ്ടി മീൻ ഇത് ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പ്രശ്നം കേട്ടോ. മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം അല്ല, അപ്പം ഞാൻ പ്രിയോട് പറഞ്ഞു തൽക്കാലം തെരണ്ടി കിട്ടിയില്ല എന്ന് അച്ഛനോട് കള്ളം പറയാം, എന്നിട്ട് നമുക്ക് അച്ഛൻ്റെ ഇഷ്ടമുള്ള ഏതെങ്കിലും തുണ്ടമ്മീൻ വാങ്ങിച്ച് കറി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ തുണ്ടമ്മീനെ കയറി എന്താണെന്ന് തോന്നുന്നു വാങ്ങിച്ച് ഞാൻ ഏട്ടത്തേമ്മയെ ഏൽപ്പിച്ച് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലെത്തി. അച്ഛൻ്റെ കൂടെ ഞാനും ഉണ്ട്, ചിറ്റയുടെ മുകളിൽ ഉണ്ണിയുണ്ട്. അപ്പം പിറ്റേന്ന് രാവിലെയായി. അപ്പം പിറ്റേന്ന് രാവിലെ ഡോക്ടർ വരാറായി. അപ്പം അച്ഛൻ പറഞ്ഞു എനിക്ക് പാലൊഴിച്ച് പാലപ്പം കഴിക്കണമെന്ന്. അപ്പോൾ ഉച്ചക്കത്തേക്ക് മീൻ വരുമല്ലോ. അപ്പം തെരണ്ടി വാങ്ങിക്കാതിരുന്ന കയ്യിലെ പൈസ തികയായിരുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്, ഞാൻ താഴേക്ക് പാലപ്പം വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് കേൾക്കാം കോഡ് ബ്ലൂ വിളിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ദൈവമേ ആർക്കാണോ കാർഡിയാക് അറസ്റ്റ് വന്നത്, എന്തായാലും ആർക്കാണോ അറ്റാക്ക് എന്തോ വരുന്നത്. അപ്പം ഞാനിങ്ങനെ താഴെ നിന്ന് ആലോചിക്കുക. അപ്പോൾ എനിക്ക് കോള് വരുന്നുണ്ട് ഫോണിൽ ഏതോ നമ്പറിൽ നിന്ന്. അപ്പം ഞാൻ കട്ട് ചെയ്ത് വിടുക.